ഹായ് ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവ് എന്ന സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സുധി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ രേവതി ആണെങ്കിൽ സുധിയെ കണ്ടിട്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്, ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് നമ്മുടെ രേവതി. അപ്പോൾ നമ്മുടെ എന്ത് പറയാനും നമ്മുടെ എന്താ പറയുന്ന രവീന്ദ്രൻ പറയുകയാണ്, നിന്നോട് മാത്രമല്ലേ ചന്ദ്ര ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുള്ളൂ, ഇവനെ എന്തിനാ കൊണ്ടുവന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ചന്ദ്രമതി പറയുകയാണ്, ഇവൻ നമ്മുടെ കുഞ്ഞല്ലേ രവിയേട്ടാ, ഇവൻ എവിടെ പോവും, നമ്മളില്ലെങ്കിൽ ഇവൻ എങ്ങനെ ജീവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് നമ്മുടെ ചന്ദ്രമതി പറയുകയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ്, ശരി, ഇവനെ വളർത്തി വലുതാക്കിയതിൻ്റെ തെറ്റ് കുറ്റങ്ങൾ മുഴുവൻ നമുക്ക് രണ്ടുപേർക്കും മാത്രം അവകാശപ്പെട്ടതാണ്. ഈ പെൺകുട്ടി ഇവനോട് എന്ത് തെറ്റ് ചെയ്തു, ഇനി ഇവൻ ചെയ്ത തെറ്റിന് ഇവൻ പരിഹാരം ചെയ്തേ പറ്റുള്ളൂ, രേവതിയോട് മാപ്പ് പറഞ്ഞാൽ മാത്രമേ ഇവൻ ഈ വീട്ടിൽ പ്രവേശിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് ചന്ദ്രമതിക്ക് ഒട്ടും പിടിക്കുന്നില്ല. ചന്ദ്രമതി പറയാണ്, നമ്മുടെ മകൻ ഇവളോട് മാപ്പ് പറയണമെന്നോ, അതൊരിക്കലും നടക്കില്ല രവിയേട്ടാ, അല്ലാതെ മകനെ ഇവിടെ കയറ്റിയാൽ എന്താണ് പ്രശ്നം എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയണം, നടക്കില്ല ചന്ദ്രേ, എന്തായാലും ഈ പെൺകുട്ടി അന്ന് ഒഴുക്കിയ കണ്ണുനീരിന് ഇവൻ പകരം പറഞ്ഞേ പറ്റുള്ളൂ. മാത്രമല്ല ഈ പെൺകുട്ടിയുടെ ആളുകളൊക്കെ ആ സമയത്ത് എന്തുമാത്രം അവളെ, അതായത് രേവതിയുടെ ആളുകൾ മാത്രമല്ല നമ്മൾ വരെ എന്തുമാത്രം വേദനിച്ച ആ സമയത്ത് അവിടെ നിന്നത്, നമ്മുടെ ശിരസ് വരെ കുനിഞ്ഞു പോയൊരു നിമിഷമായിരുന്നു അത്. ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു അവസ്ഥ നമ്മൾ എങ്ങനെ തരണം ചെയ്യുമെന്ന് പോലും ആ സമയത്ത് അറിയില്ലായിരുന്നു. സച്ചി ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് നമ്മൾ രക്ഷപ്പെട്ടത്. അതുകൊണ്ട് അതൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല. ഇവനെ ഇവിടെ കയറണം എന്നുണ്ടെങ്കിൽ രേവതിയോട് മാപ്പ് പറയണം എന്നിങ്ങനെ പറയണം. അപ്പോൾ അത് കേൾക്കുമ്പോൾ ചന്ദ്രമതി പറയണം, അങ്ങനെ പറ്റില്ല രവിയേട്ടാ, അങ്ങനെയാണെങ്കിൽ ഞാനാ തീരുമാനിക്കുന്നത്, ഇത് എൻ്റെ വീടാണ്, ഇവിടെ ആര് കയറണം കയറണ്ടെന്ന് ഞാനാ തീരുമാനിക്കുന്നത്, എൻ്റെ മോൻ എന്തായാലും ഇവിടെ കയറും എന്നിങ്ങനെ പറയണം. അപ്പോൾ രവീന്ദ്രൻ പറയണം, നീ എപ്പോഴും എന്തെങ്കിലും പറഞ്ഞ ഉടനെ പറയുമല്ലോ എൻ്റെ വീടെന്ന്, ഞാനിപ്പോൾ ഇത്രയും നേരം ഓർത്തുകൊണ്ടിരുന്നതേ ഉള്ളൂ, നീ എന്താ അത് പറയാത്തതെന്ന്. എന്നാലേ അത് നീ പറഞ്ഞതുകൊണ്ട് ഞാനും തിരിച്ച് പറയുകയാണ്, ഈ വീടേ നിൻ്റെ അച്ഛൻ നിൻ്റെ പേരിൽ മാത്രമായിട്ടല്ലല്ലോ എഴുതി വെച്ചിരിക്കുന്നത്, എൻ്റെയും നിൻ്റെയും കൂടി പേരിലല്ലേ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നീ ഇനി എൻ്റെ വീടെന്ന് മാത്രമായിട്ട് പറയണ്ട, ഈ വീട്ടിൽ നിനക്ക് എത്ര അവകാശമുണ്ടോ അത്രയും അവകാശം തന്നെ എനിക്കും ഉണ്ട്, അതുകൊണ്ട് ആ വലിയ കാര്യമൊന്നും നീ ഇങ്ങോട്ട് എടുക്കണ്ട എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ രവീന്ദ്രൻ. അത് കേൾക്കുമ്പോഴത്തേക്ക് ചന്ദ്രമതി പരമാവധി രേവതിയോട് മാപ്പ് പറയുന്നതിനെ എതിർത്ത് നിൽക്കുകയാണ്. അവസാനം ഒടുവിൽ അമ്പിലും വില്ലിലും നമ്മുടെ രവീന്ദ്രൻ അടുക്കില്ല എന്ന് കാണുമ്പോഴത്തേക്കും നമ്മുടെ രേവതിയോട് നമ്മുടെ ചന്ദ്രമതി പറയണം, നിനക്ക് പറഞ്ഞൂടെ ഇവൻ നിന്നോട് മാപ്പ് പറയണ്ടെന്ന്, അപ്പോൾ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് രേവതി ചന്ദ്രമതിയുടെ മുഖത്ത് നോക്കാതെ ഇങ്ങനെ മാറി നോക്കുകയാണ്, ദൂരേക്ക് നോക്കിക്കളയുകയാണ്. അപ്പോൾ ഇങ്ങനെ ചന്ദ്രമതി ഗതി കെട്ടിട്ട് ഇങ്ങനെ സുധീന്ദ്രനോട് കണ്ണ് കാണിക്കുകയാണ്, മാപ്പ് പറഞ്ഞോളെ ഇങ്ങനെ കണ്ണ് കാണിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ സുധീന്ദ്രൻ വന്നിട്ട് നമ്മുടെ രേവതിയോട് പറയുകയാണ്, ഞാൻ നിങ്ങളോട് ചെയ്തതൊക്കെ വലിയ തെറ്റായിപ്പോയി, അതിലെനിക്ക് കുറ്റബോധമുണ്ട്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കൂ എന്നിങ്ങനെ രേവതിയോട് പറയുകയാണ്. അപ്പോൾ രേവതി ഇങ്ങനെ കേൾക്കാത്തണക്ക് നിൽക്കുകയാണ്. അപ്പോൾ സുധീന്ദ്രൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ എന്നോട് ക്ഷമിക്കൂ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴും രേവതി മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ആ സമയത്ത് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ സച്ചി കാറിൽ വന്നിറങ്ങുകയാണ്. സച്ചിയുടെ കാറിൻ്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ നമ്മുടെ സുധീന്ദ്രൻ്റെ ഹൃദയം പൊട്ടിപ്പോയി എന്ന് തന്നെ പറയാം. അങ്ങനെ സുധീന്ദ്രൻ തിരിഞ്ഞു നോക്കുമ്പോൾ സച്ചി ഡോറ് തുറന്ന് ഇറങ്ങി വരികയാണ്. സച്ചിയെ കാണുമ്പോൾ തന്നെ പുള്ളിക്കാരൻ്റെ കിളി പോയി. പുള്ളിക്കാരൻ്റെ മാത്രമല്ല നമ്മുടെ ചന്ദ്രമതിയുടെയും കിളി പോയിരിക്കുകയാണ്. അങ്ങനെ വന്ന ഉടനെ നേരെ വരികയാണ് നമ്മുടെ സച്ചി. വന്ന പാടെ നമ്മുടെ സുധീന്ദ്രനെ തൂക്കി അങ്ങ് എടുക്കുകയാണ്. എന്നിട്ട് പറയണേ, എടാ നിനക്ക് നാണോ ഇല്ലേടാ ഈ വീട്ടിലേക്ക് വരാൻ, എൻ്റെ അച്ഛനെ വഞ്ചിച്ച് കടന്നു കളഞ്ഞ് നീ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നു, നീ മൂലം എൻ്റെ അച്ഛൻ എന്തുമാത്രം നാണം കേട്ടു, എൻ്റെ അച്ഛൻ എന്തുമാത്രം സങ്കടപ്പെട്ടെന്നറിയോ, എടാ നിന്നെ ഞാൻ നോക്കി നടക്കുകയായിരുന്നടാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുധീന്ദ്രനെ നമ്മുടെ സച്ചി വന്നിട്ട് പൊട്ടിക്കുകയാണ്, താറുമാറ എടുത്ത് പൊട്ടിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചന്ദ്രമതി കയറുകയാണ്. പക്ഷേ രേവതിയും അച്ഛനും മാറി നിൽക്കുകയാണ്, അവരാരും ഇതിലൊന്നും ഇടപെടുന്നില്ല. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ സച്ചി പറന്നടിക്കുകയാണ് സുധീന്ദ്രനെ. ഇത് കാണുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ രേവതി ഇങ്ങനെ പേടിച്ച് പോവുകയാണ്. രേവതി ഇങ്ങനെ അന്തം വിട്ട്, അതായത് ഒരു ഭ്രാന്തമായ രീതിയിലാണ് നമ്മുടെ സച്ചി അടിക്കുന്നത്. വലിച്ച് സെറ്റിയിലേക്ക് എറിയുകയാണ്. അവിടെ വന്നിട്ട് അവിടെ നിന്ന് തൂക്കിയെടുത്ത് തറയിലേക്ക് വലിച്ചെറിയുകയാണ്. എന്നിട്ട് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ രേവതിയുടെ കാൽക്കൽ വന്ന് വീഴാണ് നമ്മുടെ സുധീന്ദ്രൻ. അപ്പോൾ രേവതി ഇങ്ങനെ പിന്നിലേക്ക് മാറിക്കളയുകയാണ്. അപ്പോൾ പറയുകയാണ്, എടാ നീ എന്തൊക്കെയാടാ കാണിച്ചത്, എൻ്റെ അച്ഛനെ നീ വഞ്ചിച്ചില്ലേടാ, എവിടെയാടാ പൈസ, ആ പൈസ വെക്കടാ ഇവിടെ, നീ എൻ്റെ അച്ഛനെ വഞ്ചിച്ച് കൊണ്ടുപോയ പൈസ ഇവിടെ വച്ചതിന് ശേഷം നീ ഇവിടെ നിന്നാൽ മതി. എന്നിട്ട് നമ്മുടെ സച്ചി പറയണേ, എടാ നീ കൊണ്ടുപോയ ആ പണം ഉണ്ടല്ലോ, നിനക്ക് മാത്രമല്ല എനിക്കും സ്ത്രീക്കും കൂടി അവകാശപ്പെട്ട പൈസയാണ്, അതിപ്പോൾ ഇവിടെ വെക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ ചന്ദ്രമതി പറയണേ, മോനെ സച്ചി നീ ഒന്ന് ക്ഷമിക്കടാ, ആ
പൈസയൊന്നും ഇവൻ്റെ കയ്യിലില്ല, ശരിക്കും പറയുകയാണെങ്കിൽ ഇവൻ കബളിക്കപ്പെട്ടടാ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ സച്ചി ചന്ദ്രമതിയോട് ചോദിക്കുകയാണ്, ഓ അടുത്ത നാടകവുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ചന്ദ്രമതി പറയുന്നത്, അല്ല മോനെ, നീ എന്നെ ഒന്ന് വിശ്വസിക്കേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ സച്ചി ചോദിക്കുകയാണ്, മര്യാദയ്ക്ക് ആ പൈസ ഇവിടെ വെക്കടാ. അല്ല, ആ പറഞ്ഞതിലൊരു തിരുത്തുണ്ടല്ലോ. ശരിക്കും പറയുകയാണെങ്കിൽ ശ്രീക്കും നിനക്കും ഒരു അവകാശമില്ല ആ പൈസയിൽ. ശരിക്കും പറയുകയാണെങ്കിൽ അച്ഛൻ രേവതി വിവാഹം കഴിക്കുന്ന ആൾക്ക് തരാമെന്ന് പറഞ്ഞ പൈസയല്ലേ അത്. നീ ഇവളെ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞിട്ട് നീ ആ പൈസ തട്ടിയെടുത്തിട്ട് നീ മുങ്ങിക്കളഞ്ഞു. അപ്പോൾ ആ പൈസയ്ക്ക് നീ ഒരു അവകാശിയല്ല. ഇവളെ വിവാഹം കഴിച്ച ഞാനാണ് ഈ പൈസയ്ക്ക് അവകാശി. അതുകൊണ്ട് മര്യാദയ്ക്ക് പൈസ ഇപ്പം എൻ്റെ കാൽച്ചുവട്ടിൽ വെക്കണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രേവതിക്ക് ഒന്നും മനസ്സിലാവാണ്ട് രേവതി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ തന്നെ സച്ചി രേവതിയെ നോക്കിയിട്ട് പറയുന്നു, നിനക്കൊന്നും മനസ്സിലായില്ല അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ രേവതി ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ സച്ചി പറയണം, നിനക്ക് വേണ്ടിയിട്ട് എൻ്റെ അച്ഛൻ ഇട്ട വിലയാണ് 50 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ രേവതി ഇങ്ങനെ ഞെട്ടിപ്പോവാണ്. വീണ്ടും ഒന്നും മനസ്സിലാവുന്നില്ല രേവതിക്ക്. അപ്പോൾ സച്ചി പറയാണ്, നിൻ്റെ വിലയാണ് 50 ലക്ഷം രൂപ എന്ന് പറഞ്ഞിട്ട് സച്ചി പറയുകയാണ്, നിന്നെ വിവാഹം കഴിക്കണമെങ്കിൽ 50 ലക്ഷം രൂപ അച്ഛന് കിട്ടിയ പൈസ ഇവന് കൊടുക്കാമെന്ന് പറഞ്ഞു. സ്വന്തം അച്ഛൻ്റെ കയ്യിൽ നിന്ന് സ്ത്രീധന എണ്ണി മേടിച്ചിട്ടാണ് ഇവൻ നിന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞത്. ഈ പണത്തിന് വേണ്ടിയിട്ട് മാത്രം. ഇവനല്ലല്ലോ നിന്നെ വിവാഹം കഴിച്ചത്, ഞാനല്ലേ. അപ്പോൾ ആ പണം എനിക്കാണ് അവകാശപ്പെട്ടത്, വെക്കടാ എൻ്റെ പണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ സുധീന്ദ്രൻ പറയണ, അനിയാ നീ എന്നെ ഒന്ന് മനസ്സിലാക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നീ ഒന്നും പറയണ്ടടാ എന്ന് പറഞ്ഞിട്ട് തമ്പ് തുമ്പായിട്ട് പുള്ളിക്കാരനെ എടുത്തിട്ട് അടിക്കുകയാണ്, വലിച്ച് നിലത്തേക്ക് എറിയുകയാണ്. അപ്പോൾ എന്നിട്ട് അവിടെ ഇരുന്നൊരു ഫ്രൈസ് എടുത്തിട്ട് ഇങ്ങനെ അടിക്കാനായിട്ട് ഓങ്ങുമ്പോഴത്തേക്ക് ചന്ദ്രമതി ഇടയ്ക്ക് കയറി ഇങ്ങനെ മകൻ്റെ പുറത്തൂടെ കിടക്കുകയാണ്. എന്നിട്ട് പറയണേ, മോനെ സച്ചി ഒന്നും ചെയ്യലേടാ എന്ന് പറഞ്ഞിട്ട്. ഇത് കാണുമ്പോൾ നമ്മുടെ രേവതിയുടെ കണ്ണ് രണ്ടും ബൾബ് കണക്ക് ഇങ്ങനെ തള്ളി വരികയാണ്. കാരണം രേവതി പേടിച്ചു പോയി. അത്രയ്ക്കൊരു ഭ്രാന്തമായ രീതിയാണ് നമ്മുടെ സച്ചി കാണിക്കുന്നത്. പക്ഷേ അച്ഛനൊന്നും പ്രതികരിക്കുന്നില്ല. ഇങ്ങനെ തൂണ് പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. പുള്ളിക്കാരന് നല്ല വിഷമമുണ്ട്, പക്ഷേ ഒന്നും പ്രതികരിക്കാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം നമ്മുടെ സച്ചി പറയണേ, നീ എൻ്റെ അച്ഛനെ വേദനിപ്പിച്ചു അല്ലടാ. നീ എൻ്റെ അച്ഛനെ മാത്രമല്ലടാ വേദനിപ്പിച്ചത്, നീ ഒറ്റൊരുത്തം കാരണം ഇവൾക്ക് വാക്ക് പറഞ്ഞ് ഇവളുടെ വീട്ടുകാർക്കും വാക്ക് പറഞ്ഞിട്ട് നീ മുങ്ങിക്കളഞ്ഞത് കാരണം ഞാനാണ് ഇവളെ വിവാഹം കഴിക്കേണ്ടി വന്നത്. അതോടുകൂടി എൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം നശിച്ചു. ഞാൻ അവതാളത്തിലായി, എന്നെ കുഴപ്പിച്ച് കളഞ്ഞു നീ. എൻ്റെ ജീവിതവും കൂടെ എടാ നീ തകർത്തത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി വീണ്ടും വീണ്ടും പൊട്ടിക്കുകയാണ് നമ്മുടെ സുധീന്ദ്രന്. അപ്പോൾ ആ സമയത്ത് ചന്ദ്രമതി ഇടയ്ക്ക് കയറുന്നുണ്ട്. അപ്പോൾ സച്ചി പറയാണ്, നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് വന്നേക്കരുത് എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതിക്ക് നല്ല വഴക്ക് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സുധീന്ദ്രനോട് പറയുകയാണ്, എൻ്റെ പൈസ ഇവിടെ വെച്ചില്ലെങ്കിൽ ഇപ്പം ഇറങ്ങണം നീ ഈ വീട്ടിൽ നിന്ന് എന്ന് പറയുമ്പോഴത്തേക്ക് മോനെ ചന്ദ്രമതി ഇടയ്ക്ക് കയറിയിട്ട് പറയണം, മോനെ സച്ചി ഇവൻ ഇനി എങ്ങോട്ട് പോകാനാടാ എന്നിങ്ങനെ പറയണം. നിങ്ങൾ മിണ്ടരുത് ഒരക്ഷരം, ഇറങ്ങടാ എൻ്റെ വീട്ടിൽ നിന്ന് എന്ന് പറയുകയാണ്. അപ്പോൾ സുധീന്ദ്രൻ ആവുന്നണക്ക് പിടിച്ചു നിൽക്കാനായിട്ട് നോക്കുകയാണ്. ഒരു രക്ഷയില്ല. സച്ചി സുധീന്ദ്രനെ നിലത്തേക്ക് വലിച്ചെറിയുകയാണ്. എന്നിട്ട് അവിടെ നിന്നും വലിച്ചെറിഞ്ഞ് അടിയും കൊടുത്ത് സച്ചി സുധീന്ദ്രനെ ഗേറ്റിന് പുറത്താക്കുകയാണ്. അതിനുശേഷം ഗേറ്റ് അകത്ത് നിന്ന് പൂട്ടുകയാണ്. അപ്പോൾ ഇതൊക്കെ നടക്കുമ്പോൾ ചന്ദ്രമതി പിന്നാലെ ഓടുകയാണ്, നമ്മുടെ സച്ചിയുടെ പിന്നാലെ ഓടുകയാണ്. മോനെ അങ്ങനെ ചെയ്യല്ലേടാ, നിൻ്റെ ചേട്ടനല്ലേടാ എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു രക്ഷയില്ല. നമ്മുടെ സച്ചി അങ്ങനെ ഗേറ്റ് പൂട്ടി താക്കോല് കയ്യിലെടുത്തിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രമതി ചെന്നിട്ട് മോനെ സച്ചി എന്ന് പറഞ്ഞ് സച്ചിയുടെ കയ്യിലേക്ക് പിടിക്കാനായിട്ട് തുടങ്ങുമ്പോൾ സച്ചി കൈ തട്ടി എറിയാണ്. എന്നിട്ട് പറയണത്, നിങ്ങൾ തൊട്ടുപോരുത് എൻ്റെ ശരീരത്ത് എന്ന് പറയുകയാണ്. അതിനുശേഷം സച്ചി കയറി വരികയാണ്. സച്ചി അങ്ങനെ അകത്തേക്ക് കയറി വരുമ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രമതി എന്നിട്ട് നമ്മുടെ രവീന്ദ്രനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് പറയണേ, രവിയേട്ടാ കണ്ടില്ലേ രവിയേട്ടാ, സച്ചി കാണിച്ചത് കണ്ടില്ലേ രവിയേട്ടാ, പറ രവിയേട്ടാ, നമ്മുടെ മോനെ റോഡിൽ നിർത്തരുതെന്ന് പറ രവിയേട്ടാ എന്ന് പറയുകയാണ്. അപ്പോൾ രവി ഇങ്ങനെ ഒന്നും പറയുന്നില്ല. പറയാതെ നിൽക്കുമ്പോഴത്തേക്ക് നേരെ ചെന്നിട്ട് ചന്ദ്രമതി നമ്മുടെ രേവതിയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയണം, രേവതി നീയെങ്കിലും പറ അവൻ്റെ അടുത്ത്, നീയെങ്കിലും പറ, നീ അവനെ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടരുതെന്ന് നീയെങ്കിലും സച്ചിയോടൊന്ന് പറ എന്നിങ്ങനെ പറയണം. അപ്പോൾ രേവതി പറയണം, അമ്മ പറഞ്ഞാൽ കേൾക്കാത്ത ആൾ ഞാൻ പറഞ്ഞാൽ കേൾക്കോ എന്ന് പറഞ്ഞിട്ട് രേവതി അകത്തേക്ക് കയറി പോവുകയാണ്. ആ സമയത്ത് ചന്ദ്രമതി വീണ്ടും റോഡിലേക്ക് പോവുകയാണ്. എന്നിട്ട് ഗേറ്റ് അകത്തുനിന്ന് പൊട്ടിയിരിക്കുകയാണല്ലോ. അപ്പോൾ സുധീന്ദ്രൻ ഇങ്ങനെ ഗേറ്റിൽ പിടിച്ചിട്ട് നിന്ന് കരയുകയാണ്. അപ്പോൾ ചന്ദ്രമതി പറയണേ, മോനെ സുധി നീ എങ്ങോട്ടും പോവല്ലേടാ, നീ ഇവിടെ തന്നെ നിൽക്കണേടാ മക്കളെ നീ. അപ്പോഴേ സുധീന്ദ്രൻ പറയണം, അമ്മേ ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോണു, ഞാൻ ചത്ത് കളയും അമ്മേ, എനിക്കിങ്ങനെ നാണം കെട്ട് നിൽക്കാൻ വയ്യ, ആളുകൾ കാണില്ലേ അമ്മേ ഞാനിങ്ങനെ റോഡിൽ നിൽക്കുന്നത് എന്നിങ്ങനെ പറയണം. അപ്പോൾ ചന്ദ്രമതി പറയണം, മോനെ നീ എങ്ങും പോവല്ലേ മക്കളെ, അമ്മേ ഓർത്ത് നീ എങ്ങും പോവല്ലേ, ഞാൻ എങ്ങനെയെങ്കിലും താക്കോല് വാങ്ങിച്ചുകൊണ്ടുവന്ന് നിന്നെ അകത്തേക്ക് കയറ്റാം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി വീണ്ടും ഓടുകയാണ്. നേരെ സച്ചിയുടെ മുറിയുടെ വാതിൽക്കൽ ചെല്ലുകയാണ്. അതേസമയം സച്ചിയാണെങ്കിൽ
കലിപ്പിൽ കൈ കിട്ടിയൊരു ടവലെടുത്ത് വലിച്ചെറിഞ്ഞതിന് ശേഷം ഇങ്ങനെ കട്ടിലിൽ ഇങ്ങനെ കയറി ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് ചന്ദ്രമതി വാതിലിൽ ഇങ്ങനെ തട്ടിയിട്ട് ബഹളം വയ്ക്കുകയാണ്, കരയുകയാണ്. മോനെ സച്ചി, നിൻ്റെ അമ്മയാടാ വിളിക്കുന്നത്, നീ കതവ് തുറക്കും മക്കളെ, നീ കതവും തുറക്കടാ, നിൻ്റെ ചേട്ടനല്ലേടാ, അവനെ ഇങ്ങനെ നീ പുറത്ത് നിർത്തിയിരിക്കുന്നത് ശരിയല്ല മോനെ, അവനെ നമ്മൾ കൈയൊഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ എവിടെയെങ്കിലും പോയി ആത്മഹത്യ ചെയ്യും മക്കളെ, പിന്നെ ആ ശാപം നമ്മുടെ തലയിലാവും, നിൻ്റെ അമ്മയല്ലേടാ പറയുന്നത് ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ സച്ചിയുടെ മനസ്സലിയാണ്. അപ്പോൾ സച്ചിക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് വേദന ഉണ്ടാവുകയാണ്, സച്ചിക്ക് സങ്കടം വരികയാണ്. അങ്ങനെ സച്ചി കുറച്ച് നേരം ഇങ്ങനെ അനങ്ങാതെ നിന്നിട്ട് പിന്നെ മെല്ലെ ചെന്ന് വാതിൽ തുറക്കുകയാണ്. വാതിൽ തുറക്കുമ്പോൾ നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുകയാണ്, കരഞ്ഞ് കലങ്ങിയ കണ്ണുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഏങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് സച്ചി കയ്യിലിരുന്ന ചാവി ഇങ്ങനെ ചന്ദ്രമതിയുടെ കയ്യിൽ വെച്ച് കൊടുക്കുകയാണ്. ചന്ദ്രമതി ആ ചാവി കിട്ടിയ പാടെ കണ്ണീരൊക്കെ, അങ്ങനെ ചന്ദ്രമതി ചാവിയും കൊണ്ട് താഴേക്ക് ഓടുന്നത് കാണുമ്പോഴത്തേക്ക് നമ്മുടെ സുധീന്ദ്രൻ ശരിക്കും പറയുകയാണെങ്കിൽ ഗേറ്റിൻ്റെ പുറത്തേക്കാണ്. അങ്ങനെ ചന്ദ്രമതി ഓടുന്നത് കാണുമ്പോഴത്തേക്ക് നമ്മുടെ രവിക്ക് സന്തോഷമാവുകയാണ്. അപ്പോൾ രവി ഇങ്ങനെ മുകളിലോട്ട് നോക്കുമ്പോൾ സച്ചി മുകളിൽ നിന്ന് താഴേക്ക് തള്ളയെ നോക്കി അമ്മയെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് നമ്മുടെ നമ്മുടെ രവീന്ദ്രന് സന്തോഷമാവുകയാണ്. അങ്ങനെ രവീന്ദ്രൻ ഇങ്ങനെ ചെറു പുഞ്ചിരിയോടുകൂടി മകനെ നോക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് തന്നെ സച്ചി മുറിക്കകത്തേക്ക് കയറി പോവുകയാണ്. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി നേരെ ചെന്ന് ഗേറ്റ് തുറക്കുകയാണ്. വെപ്രാളം പിടിച്ചിങ്ങനെ ഗേറ്റ് തുറക്കുമ്പോഴത്തേക്ക് താക്കോല് ഗേറ്റിന് പുറത്തേക്ക് വീഴുകയാണ്. അങ്ങനെ നമ്മുടെ സുധി ഇങ്ങനെ തപ്പിയെടുത്ത് അത് അമ്മയുടെ കയ്യിൽ വെച്ച് കൊടുക്കുകയാണ്. അമ്മ വീണ്ടും വളരെ ശ്രദ്ധാപൂർവ്വം ഗേറ്റ് തുറന്ന് മകനെ വീടിനുള്ളിലേക്ക് ആക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ സുധി ഗേറ്റ് തുറന്ന് സുധിയെ വീട്ടിനകത്തേക്ക് ആക്കുന്ന സമയത്തിന് സുധി അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അങ്ങനെ അമ്മ മകനെയും കെട്ടിപ്പിടിച്ച് അമ്മയും മകനും അങ്ങനെ പരസ്പരം കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കരയുകയാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് ഒരു അടിപൊളി എപ്പിസോഡായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണം. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.